ട്രാൻസ്ഫോർമർ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മോട് തൻ്റെ അനുഭവം പങ്കുവെച്ച സിസ്റ്റർ ഉദാരയാണ് തുടർന്ന് നമ്മോട് ഇന്ന് തൻ്റെ അനുഭവം പങ്കുവെക്കുന്ന അതിനെ ഞാൻ ക്ഷണിക്കുന്നു. പറഞ്ഞാട്ടെ. ദൈവം അങ്ങനെ എന്നോട് ഇടപെടാൻ തുടങ്ങി. അപ്പോൾ അത് ഞാൻ സ്വീകരിച്ചു. ഞാൻ അതിനെ പ്രതികരിക്കാൻ തുടങ്ങി. അപ്പോൾ എന്താണ് കർത്താവേ, ഇനി വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ ഇരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് 78-ാം സങ്കീർത്തനം തന്നു. മോള് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണല്ലോ പറഞ്ഞു നിർത്തിയത്. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എനിക്ക് വേണ്ടി ഇറങ്ങി വാ. അപ്പോൾ ഇതിൻ്റെ പൊരുൾ അറിയാൻ വേണ്ടി പിന്നീട് ഞാൻ കർത്താവിൻ്റെ പാദത്തെങ്കിൽ ഇരിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ സംസാരം അപ്പോൾ പിന്നെ കർത്താവ് തന്നത് ആ വാക്കുകളല്ല, പിന്നെ വചനമാണ്. പിന്നെ എല്ലാം വചനത്തിലൂടെയാണ് കർത്താവിൻ്റെ 78-ാം സങ്കീർത്തനത്തിലെ 70-71 വാക്യങ്ങളാണ്. അവൻ തൻ്റെ ദാസനായ ദാവീദിനെ തിരഞ്ഞെടുത്തു, ആട്ടിൻതൊഴുത്തുകളിൽ നിന്ന് അവനെ വരുത്തി. തൻ്റെ ജനമായ യാക്കോബിനെയും തൻ്റെ അവകാശമായ ഇസ്രായേലിനെ മേയിക്കേണ്ടതിന് അവനെ തള്ളയാടുകളെ നോക്കുന്ന വേലയിൽ നിന്നും കൊണ്ടുവന്നു. ഇതാണ് ഞാൻ പറയാൻ നിനക്ക്. അപ്പോൾ ഇത്രയും വായിച്ച് നീ കേട്ടല്ലോ. അപ്പോൾ മോൾ ആ വേലയാണ് ചെയ്തുകൊണ്ടിരുന്നത്. തള്ളയാടുകളെ നോക്കുന്ന ജോലിയാണ് നീ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി എൻ്റെ ജനമായ യാക്കോബിനെയും എൻ്റെ അവകാശമായ ഇസ്രായേലിനെ മേയ്ക്കേണ്ടത് നിന്നെ ഞാൻ വിളിക്കുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ പൊരുൾ മനസ്സിലായി. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും ചിന്തിച്ചില്ല. വചനത്തിലൂടെ എനിക്ക് വചനമാണ് എൻ്റെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ വചനത്തിലൂടെ ഞാൻ കിട്ടിക്കഴിഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഞാൻ ചേച്ചിയുടെ അടുത്ത് നിന്ന് പറഞ്ഞു. ചേച്ചിയാണ് എൻ്റെ ആത്മീയ ഗുരു, ഒരു ആത്മീയ മാതാവെന്ന നിലയിൽ ഞാൻ ചെന്ന് ചോദിച്ചു. ചേച്ചിയുടെ ഫോണിൽ കൂടെ ഞാൻ സംസാരിച്ചു. ചേച്ചി, ഇതൊക്കെയാണ് സംഭവങ്ങൾ, എന്താ നീ പെട്ടെന്ന് റെഡി ആയിക്കോ, ഞങ്ങളെല്ലാം റെഡിയായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ ദൈവത്തിൻ്റെ മഹത്വം ഇപ്പോൾ വെളിപ്പെടും. അവിടെ നീ ഒന്നുകൊണ്ടും നീ ചഞ്ചലപ്പെടരുത്, ഉറപ്പോടുകൂടി ധൈര്യത്തോടുകൂടി ഇരിക്കണം. വചനം മാത്രം പറഞ്ഞ് എന്നെ ഉറപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചി ആ സമയത്ത് അവിടെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. ചേച്ചിക്ക് കർത്താവ് വെളിപ്പാടും കൊടുത്തു. ഉറപ്പോടെ ചേച്ചി പറയാൻ ഉറപ്പും ധൈര്യം. നീ എൻ്റെ എല്ലാം പാക്കിങ് ചെയ്തോ. എനിക്ക് പാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എന്തെടുക്കണമെന്ന് അറിയത്തില്ല, എനിക്കൊന്നും വേണ്ട. അപ്പം ചേച്ചിയും ചേട്ടൻ പറഞ്ഞു, ഒറ്റ സാധനം നീ എടുക്കരുത്, അവിടുത്തെ ഒറ്റ കാര്യം നിനക്ക് വേണ്ട. ഞാൻ ഒന്നും എടുത്തില്ല, ഏതാണ്ടൊക്കെ പറക്കിയെടുത്തു. 2 പെട്ടി 23 വർഷം നിന്നതാണ്. എൻ്റെ മുറികളിലുള്ള സാധനമൊന്നും എനിക്ക് കാണാനും പറ്റില്ല. എനിക്ക് വേണ്ട, എനിക്കൊന്നും വേണ്ട. എൻ്റെ യേശുവിൻ്റെ ആ സ്വരം കേട്ട് അപ്പം പിന്നെ എങ്ങോട്ട് പോകുന്നു, എന്ത് പോകുന്നു, ഇവർ വിളിക്കുന്നു, ഞാൻ പോകെ, കർത്താവാണ് നയിക്കുന്നത്. പിന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ കർത്താവ് പല കാര്യങ്ങൾ വെളിപ്പെടുത്താൻ തുടങ്ങിയില്ലേ, അതൊന്ന് പറഞ്ഞു. അതെ, ഞാൻ അപ്പോൾ ചേച്ചി എന്നെ ഇടയ്ക്ക് പറഞ്ഞു, ഇതാണ് സത്യം, നീ സത്യം വിശ്വസിക്കുന്നോ എന്ന് ചോദിച്ചു. ഞാൻ സത്യം ഇതാണെങ്കിൽ ഞാൻ മനസ്സോടെ എങ്കിലും അത് ഞാൻ പറഞ്ഞു. അപ്പം നീ വായിക്കൊണ്ട് ഉറക്കെ പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സത്യം ഇതാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഏറ്റെടുക്കുന്നു, ഞാൻ ഇറങ്ങാൻ റെഡിയാണ്. എനിക്ക് സത്യം ഇതാണ്. നീ സത്യത്തെ സത്യമല്ലാത്തതിനെ നീ ആരാധിച്ചിട്ട് കാര്യമില്ല. നീ പെട്ടെന്ന് ഇറങ്ങി, സമയം കളയരുതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നുകൊണ്ട് കുറേ നാളുകൊണ്ട് എന്നെ വിളിക്കുന്നു. ഞാൻ ഇങ്ങനെ ഇതിനകത്ത് നിന്നങ്ങ് ലയിച്ചു പോയതുകൊണ്ട് എനിക്ക് ഇത് വിട്ടു പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ആ സത്യം ഞാൻ ഏറ്റുപറഞ്ഞ ആ നിമിഷം മുതൽ ഭയങ്കര സംഭവങ്ങളായില്ലേ. പിന്നെ സിനിമയിൽ കാണുന്ന പോലെ ഞാൻ ഓരോന്നങ്ങ് എവിടെ നോക്കിയാലും വേറെ ആയിട്ട് കാണും. ഞാൻ അവിടേക്ക് പോയപ്പോൾ എനിക്ക് അങ്ങോട്ട് കയറ്റുന്നില്ല എന്നെ, എനിക്ക് ഭയം വരുമോ, അയ്യോ അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല, അതെനിക്ക് അറിയിപ്പിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ മാതാവിനെ നോക്കി മാതാവിൻ്റെ രൂപം എല്ലാം കൂടെ ഒലിച്ച് ഈ പിന്നെ പെയിൻ്റ് എല്ലാം ഒലിച്ചൊരു കണ്ണുകൊണ്ട് അതൊക്കെ കണ്ടതാണ്. പെട്ടെന്ന് ഇങ്ങനെ കയറി വരുന്നതായിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം. ഞാൻ യേശുവേ എന്ന് വിളിച്ച് എൻ്റെ മുറിയിലേക്ക് ഞാൻ ഓടിപ്പോയി ബൈബിളിന് എടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു. അബ്രഹാമിനെ നീ ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ സങ്കീർണമായ അവസ്ഥയിൽ നിന്നെ ഇറക്കും. അതൊക്കെ എനിക്ക് ഭയമായിരുന്നു. പിന്നെ നീ അബ്രഹാമിനെ കണ്ടിട്ടില്ലേ, അബ്രഹാമിനെ വിളിച്ചു ഞാൻ വേർതിരിച്ചു പാരമ്പര്യങ്ങളിൽ നിന്നും, അവൻ്റെ ചാർച്ചക്കാരിൽ നിന്നും, നീ ഇവിടെ സ്നേഹിച്ചുകൊണ്ടിരുന്ന നിൻ്റെ എല്ലാ കൂട്ടുകാരിൽ നിന്നും എല്ലാവരിൽ നിന്നും അതുപോലെ നീ മാറുക, എല്ലാം നീ ഉപേക്ഷിക്കുക, നിനക്കുള്ളതിനെ എല്ലാം വിട്ട് നീ ഞാൻ കാണിക്കുന്ന സ്ഥലത്തേക്ക് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു വചനങ്ങളിലൂടെ ദൈവം പറഞ്ഞതിനൊന്നും എനിക്ക് മറുപടി പറയാൻ പറ്റിയില്ല. ദൈവശബ്ദം കേട്ടാണ് മോൾ ഓരോ സ്റ്റെപ്പ് എടുത്ത് വെച്ചത്. ദൈവവചനവും ദൈവശബ്ദവും. ഇപ്പോൾ മോളിപ്പം പറഞ്ഞല്ലോ, ഈ അവിടെ പോയി മാതാവിൻ്റെ രൂപമൊക്കെ നല്ല ഭംഗിയായിരുന്നത് വേറൊരു രൂപത്തിൽ കാണാൻ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മളെ കേൾക്കുന്ന അനേക പ്രേക്ഷകർ പറയുമ്പോഴേ പറ്റത്തുള്ളൂ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, എന്താ ഇവർ മാതാവിനെ കുറ്റം പറയുവാണോ എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ ഒരിക്കലുമല്ല. മാതാവിനെ നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നു. ഞാൻ ഈ അടുത്ത സമയത്ത് ഇസ്രായേലിൽ പോകാനുള്ള ഒരു വലിയ അവസരം എനിക്ക് ലഭിച്ചു. അവിടെ പോയപ്പോൾ ഞാൻ കണ്ടത് യേശു ക്രിസ്തുവിൻ്റെ മരണശേഷം മാതാവ് താമസിച്ചിരുന്ന സ്ഥലം, അതൊക്കെ പോയി കാണാൻ ഐ വാസ് സോ ടച്ച്ഡ് ബൈ ദാറ്റ്. എന്ന് പറഞ്ഞാൽ അത്ര നല്ല ഒരു സ്ത്രീയായിരുന്നു. യേശുവിന് ജന്മം കൊടുത്തതും യേശുവിനെ ഒരു മാതാവിന് അതിനേക്കാൾ വലിയത് എന്താ, തൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ യേശുവിനെ ക്രൂശിക്കുന്നത് കണ്ടു അല്ലേ. എന്ന് വളരെ നല്ലൊരു സ്ത്രീയായിരുന്നു മാതാവ്.
എന്നാൽ തന്നെ നാം എല്ലാം ആദരിക്കുന്നുണ്ട്, നാം വളരെ സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് ഒത്തിരി സ്നേഹമാണ് മാതാവിനോട്. ഇത്രയും നല്ലൊരു യേശുവിനെ ചുമന്ന് അനുഗ്രഹിക്കപ്പെട്ട സ്ത്രീയെ. എന്നാൽ ഒരിക്കലും മാതാവ് ഒരു ആരാധന ആഗ്രഹിക്കുന്നില്ല, അല്ലേ? ആരാധന മാത്രമാണ് നമ്മൾ കൊടുക്കാത്തത്. യേശുവും അത് ആഗ്രഹിക്കുന്നില്ല, മാതാവും അത് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ മനുഷ്യരെ പലപ്പോഴും മിസ്ലഡ് ആയിരിക്കുക. നമുക്ക് ആദരിക്കണം, ആരാധിക്കണ്ട. നാം മാതാവിനെ സ്നേഹിക്കണം. ഒരിക്കലും നമ്മൾ മാതാവിനെ വെറുക്കുകയല്ല. എന്നാൽ ഉദാരിയെ ദൈവം കാണിച്ചത് അവിടെ ആരാധനയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ആരാധനയ്ക്ക് താൻ യോഗ്യയല്ല എന്നുള്ളതാണ് അവിടെ ദൈവം ഉദാരിക്ക് വെളിപ്പെടുത്തി തന്നെ. പിന്നെ ഞാൻ പിന്നീട് അതെനിക്ക് ഇപ്പോൾ എനിക്ക് മാതാവിനെ യഥാർത്ഥ മാതാവ് ആരെന്ന് എനിക്ക് പെന്തക്കോസ്ത് അനുഭവത്തിൽ നിന്ന് ഇറങ്ങി രക്ഷിക്കപ്പെട്ടതിന് ശേഷം എനിക്കത് വ്യക്തമാക്കി തന്നത് എല്ലാ വെളിപ്പാടുകളും ഞാൻ അവിടെ ചെയ്തതെല്ലാം എന്താണെന്നുള്ള ഓരോന്നായിട്ട് എനിക്ക് വെളിപ്പെടുത്തി തരികയായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ, ഈ വർഷങ്ങളിലൊക്കെ. അപ്പൊ അങ്ങനെ മോളെ പിന്നെ വീട്ടുകാർ വന്ന് കൊണ്ടുപോകും. വീട്ടിൽ വന്നു, അതെ, കൊണ്ടുവന്നു. പെട്ടെന്ന് ഇങ്ങനെ കൊണ്ടുവന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞ ഉടനെ പിന്നെ എനിക്ക് അവിടെ നിൽക്കരുതെന്നൊരു ദൈവത്തിൻ്റെ സന്ദേശം കിട്ടി. അപ്പം പെട്ടെന്ന് ഞാൻ ചേച്ചിയും ചേട്ടനും ശുശ്രൂഷയിലാണ് വയനാട് എന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ ഒന്നിച്ചു പോവുകയാണ്. അവിടെ ശുശ്രൂഷയാണല്ലോ. പിന്നീട് എനിക്ക് ഇറങ്ങി വന്നു, അതിൽ നിന്നെല്ലാം ഞാൻ വിട്ടു. അത് റിസഗ്നേഷൻ ലെറ്റർ കൊടുത്തു. അത് കഴിഞ്ഞ് എന്നെ തിരക്കി അവിടെ വന്നപ്പം കാണാൻ അനുവദിച്ചില്ല. അതൊക്കെ എൻ്റെ ഒരു അനുഗ്രഹം. അനുവദിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ അവരുടെ കൂടെ എന്ന് പറഞ്ഞാൽ ഇറങ്ങിയതല്ലേ ഉള്ളൂ. അപ്പം പോകാൻ സാധ്യത ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും ദൈവം അത് കാണാതെ മാറ്റിക്കളഞ്ഞത്. അവിടെ വെച്ച് പിന്നെ പെട്ടെന്ന്, അതായത് 2010 ഒക്ടോബർ 2-ാം തീയതിയാണ് ഞാൻ ഇറങ്ങുന്നത്. അന്ന് 2003 ഞാൻ വയനാട്ടിൽ പോകുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് ആ മാസം 2010 മോൾ ഇറങ്ങി അപ്പം തന്നെ വയനാട്ടിലേക്ക് പോയി. അവിടെ നിൽക്കരുത്. അപ്പം വീട്ടിൽ നിന്നിട്ട് അവിടെ പെട്ടെന്ന് വേറെ എന്നെ ഡയറക്റ്റ് ചെയ്യാൻ ആരുമില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് വിഷമമാവും. അതുകൊണ്ട് പെട്ടെന്ന് എൻ്റെ മാനസികാവസ്ഥയൊക്കെ കണ്ടുകൊണ്ട് എന്നെ അങ്ങ് കൊണ്ടുപോയി. അവിടെ ഇരുത്തി ഞങ്ങൾ പിന്നെ പ്രയറിലായിരുന്നു, ധ്യാനത്തിലായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ധൈര്യം തന്നുകൊണ്ടിരുന്നു. അവർ ടീച്ചേഴ്സായിരുന്നു. അതുകൊണ്ട് അവർക്ക് നന്നായിട്ട് ഈ വചനം പഠിപ്പിച്ചു തരാൻ നല്ല ഉറപ്പായിരുന്നു. ഈ വചനത്തിൽ നിന്ന് വേറെ ആരിൽ നിന്നും ഒരു തെറ്റായ ധാരണ എനിക്ക് കിട്ടരുത്, ശരിയായ വേ പോണം തന്നെ എന്ന് വിചാരിച്ചുകൊണ്ട് ഇവരെന്നെ അങ്ങ് കൊണ്ടുപോയത്. പക്ഷേ എന്നാലും അവിടെ ചെന്നിട്ട് എനിക്ക് ഓരോന്നോരോന്നായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ രക്ഷിക്കപ്പെടാൻ അന്ന് 12 ആ മാസം തന്നെ 12-ാം തീയതി ഞാൻ രക്ഷിക്കപ്പെടുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ രക്ഷിക്കപ്പെടുന്നു അല്ലേ? അതെ. അതെന്തോ ഒരു ഭയങ്കര. അപ്പോൾ അത്രയും വർഷം 14 വയസ്സ് മുതൽ 23 വർഷം ദൈവത്തെ സേവിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ ഒരു മഠത്തിൽ പാർത്തു എങ്കിൽ തന്നെയും ഈ സിമ്പിൾ വചനം അല്ലേ, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുന്നുള്ള വചനപ്രകാരം രക്ഷിക്കപ്പെടുവാനുള്ള ഭാഗ്യം പിന്നെ നമുക്ക് ലഭിക്കുന്നത്. ഈ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഇതാർക്കും മനസ്സിലാകത്തില്ല. ഇത് ഉള്ളിൽ വളരെ ഒരു ആഴമേറിയ ഒരു വാക്കാതെ. അപ്പോൾ എന്നോട് സിസ്റ്റർ ആയിരിക്കുമ്പോൾ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടല്ലേ വന്നതെന്ന് ചോദിക്കും. അപ്പോൾ രക്ഷിക്കപ്പെട്ടെന്ന് കത്തോലിക്ക സഹോദരങ്ങൾ ചോദിച്ചാൽ നമുക്ക് അടി തന്നെ കിട്ടും തിരിച്ച്. കാരണം അവർ രക്ഷിക്കപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്, എല്ലാം ക്ലിയർ ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ രക്ഷിക്കപ്പെടുക എന്നൊരു പ്രോസസ്സ് ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. രക്ഷിക്കപ്പെടുക അത് ബോൺ അഗൈൻ, പുതിയതായി ജനിച്ചില്ല എങ്കിൽ ഒന്നും ചെയ്യും, ഒരു കാണുകയില്ല. നിക്കോദേമോസിനോട് പറയുന്നത് അതാണ്. നീ അതെന്ത് വ്യക്തമോ, ഞാനത് ഓർക്കും. ഈ വചനത്തിൽ എത്ര വ്യക്തമായിട്ട് ക്രൈസ്റ്റ് തന്നെ, അത് സ്ത്രീഹന്മാർ ഒന്നുമല്ല പറയുന്നത്. നീ അപ്പോൾ നിക്കോദേമോസ് യഹൂദന്മാരുടെ വലിയ പ്രമാണിയാണ്, ഉപദേഷ്ടാവാണ് എന്ന് ഇത്രയും അറിവുള്ള മനുഷ്യൻ, ഒരു മെത്രാൻ്റെ, അതെ, ഒരു മാർപ്പാപ്പ പോലെ. അപ്പോൾ ഈ വലിയ നിയമങ്ങളും കാനൻ മുഴുവൻ പഠിച്ചു വരുന്ന ഒരു വ്യക്തി ചെന്ന് രഹസ്യമായിട്ട് യേശുവിനെ കാണാൻ ചെന്നപ്പം ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ഒരു വാക്ക്, ഈ സിമ്പിളായ ഈ വാക്ക് നീ വീണ്ടും ജനിച്ചില്ല, പുതിയതായി നീ ജനിച്ചില്ല എങ്കിൽ നീ ദൈവരാജ്യത്തെ കാണുകയില്ല. അത് എത്ര സിമ്പിളാണ്. ഏത് കുഞ്ഞിന് പോലും ഒരു തിയോളജി വേണ്ട, ഒരു ഫിലോസഫി വേണ്ട, ഒരു സൈക്കോളജി വേണ്ട, ഒന്നും വേണ്ട. ഈ വാക്ക് മനസ്സിലാക്കാൻ ഒരു കുഞ്ഞിൻ്റെ ഹൃദയം കൊണ്ട് അടുത്തില്ല കർത്താവ് അതെല്ലാം വെളിപ്പെടുത്തി ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അതെ, വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. ഒരു ശിശുവിനെ പോലെ ഇംപ്ലിസിറ്റ് ഒബീഡിയൻസ്,
അത് വിശ്വസിച്ചാൽ മാത്രം മതി. പിന്നെ ഒരു കാര്യം പറയാൻ, നമ്മൾ ഇങ്ങനെ വിശ്വസിക്കുകയും ചെയ്യും, പക്ഷേ സത്യാന്വേഷികളായ എല്ലാവർക്കും ഈ യഥാർത്ഥ ദൈവത്തെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്കൊരു സ്റ്റഡി ചെയ്യാൻ എനിക്ക് മനസ്സിലായത്, ഹൈന്ദവരായാലും മുസ്ലിം സഹോദരങ്ങളായാലും എല്ലാവർക്കും അവർ യഥാർത്ഥ ദൈവം ആരെ സത്യമേതെന്ന് ചോദിക്കുന്ന ഏത് വ്യക്തിക്കും ഇന്ന് വരെ എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായി യഥാർത്ഥ ദൈവത്തെ കാണിച്ചു കൊടുത്തിരിക്കും. അതാണ് നമ്മുടെ ഒരു അന്വേഷണം ക്ലിയർ ആയിരിക്കണം, സത്യമായിരിക്കണം. അതിൽ നിന്നൊക്കെ അതൊക്കെ എനിക്ക് മനസ്സിലാക്കി തരുമായിരുന്നു ഈ വർഷങ്ങളിലൂടെ. പക്ഷേ ബോണയെ അത് ഭയങ്കര ഒരു അനുഭവമാണ് ഈ വീണ്ടും ജനനം പ്രാപിച്ച് ദൈവമകൻ മകളാകുക എന്ന് പറയുമ്പോൾ എളുപ്പമാണ്. പക്ഷേ അതിന് ഉള്ളിലേക്ക് ചൂഴ്ന്നിറങ്ങുമ്പോൾ അതിൻ്റെ ആഴമേറിയ ആ മീനിങ്ങും അനുഭവവും അനുഗ്രഹവും കൃപയും ഇത് ഇത്രയും പ്രാപിക്കാതെ ഒരു ദൈവമകനാകാൻ സാധിക്കില്ല. ഈ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞൊരു ദൈവമകനായാൽ മാത്രമേ എന്ത് പ്രവർത്തിച്ച്, ഞാനിപ്പോൾ അമേരിക്കയിൽ പോയാലും ആഫ്രിക്കയിൽ പോയി അവിടെ ചെന്ന് ചെയ്താലും അതായത് എയ്ഡ്സ് രംഗങ്ങളിൽ എന്തെല്ലാം ചെയ്താലും ഒരു മകനായതിനു ശേഷം ചെയ്താലേ നിത്യതയിൽ അത് എത്തത്തുള്ളൂ. ഈ ചെയ്തതെല്ലാം ഞാൻ ഭയങ്കര സങ്കടമായി എനിക്ക്. കാരണം ദൈവമേ ഞാൻ ചെയ്തു കൂട്ടിയ പ്രവൃത്തികളും ചൊല്ലി ചേർത്ത പ്രാർത്ഥനകളും കണ്ട കുർബാനകളും മരിച്ചവരുടെ പ്രാർത്ഥനകളും ഓർമ്മ കുർബാനകളും വർഷം തോറും അങ്ങ് ചെയ്യുക. ഇത് ഒരു പൂർണ്ണതയില്ലാതെ കണ്ണും അടച്ചങ്ങ് ചെയ്യുക. എനിക്കിതൊക്കെ കണ്ടപ്പോൾ ഇപ്പോഴങ്ങ് ഭയങ്കര സങ്കടം. ഞാൻ ദൈവമേ ഈ അർത്ഥശൂന്യമായ പ്രാർത്ഥനകൾ എന്ന് തീരും? ഇത് ആർക്ക് ഈ വെളിച്ചം പകർന്നു കൊടുക്കാൻ സാധിക്കും? ദൈവം തൊഴണം, ദൈവത്തിനല്ലാതെ പറ്റത്തില്ല. പക്ഷേ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ദൈവസ്വരത്തിന് കീഴ്പ്പെട്ടാൽ മാത്രമേ ഇത് വെളിപ്പെടുകയുള്ളൂ. ഇത് മറഞ്ഞിരിക്കുക. എനിക്കിതെല്ലാം മറഞ്ഞിരിക്കുമായിരുന്നു. ഇതെന്താണെന്നും ഇപ്പോൾ ഇത്രയും വർഷം ആയപ്പോഴത്തേക്ക് ഇതെല്ലാം എനിക്ക് വ്യക്തമായിട്ട് ഒരു വെളിപ്പാടിലൂടെ എനിക്ക് മനസ്സിലാവും. നമ്മുടെ ആത്മീയ കണ്ണ് തുറക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, 10 പൂജ്യം ഇട്ടാൽ വല്ല വിലയുണ്ടോ? എന്നാൽ പൂജ്യത്തിന് ഇപ്പുറം ഒന്നിട്ടാലും ഓരോ പൂജ്യത്തിനും വിലയാണ്. അതാണ് രക്ഷിക്കപ്പെടുക. അതാണ് യേശു ഹൃദയത്തിൽ വരിക. യേശു ഹൃദയത്തിൽ വരാതെ നമ്മൾ എന്തെല്ലാം കടന്ന് ചെയ്തെന്ന് പറഞ്ഞാലും അത് നോ വാല്യൂ. അത് നമ്മൾ പറഞ്ഞല്ലോ, ഒത്തിരി ചെയ്തു കൂട്ടി, പക്ഷെ അതിനൊന്നും വിലയില്ലായിരുന്നു. നല്ല സമയമെല്ലാം നഷ്ടപ്പെട്ടു പോയി. അതിനിപ്പോൾ എനിക്ക് വലിയ ദുഃഖമാണ്. കാരണം എന്നാലും കർത്താവിനെ ആ സമയത്ത് കർത്താവിൻ്റെ സമയം എപ്പോഴും അങ്ങ് പ്രസൻ്റ് ആണല്ലോ, അത് ഒന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. പക്ഷേ അതിലുപരി നമ്മൾ ഈ വിശ്വാസത്തിലേക്ക് വന്ന് നമ്മൾ കഴിഞ്ഞ് നമ്മൾ വിശ്വസ്തമായിട്ട് നമ്മൾ നിൽക്കണം. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ വചനത്തിലൂടെയാണ്. ഈ വചനത്തിലൂടെയുള്ള ജപ്പം നമ്മളോടൊക്കെ പറയും വചനത്തിലൂടെ വചനപ്രകാരം ജീവിക്കണം എന്ന് പറയുമ്പോൾ എനിക്കൊന്നും മനസ്സിലാകത്തില്ലായിരുന്നു ആദ്യം. ഇപ്പം വചനപ്രകാരമാണോ നിങ്ങൾ പ്രവൃത്തി ചെയ്യുന്നത്? വചനപ്രകാരമാണോ നിങ്ങൾ ആ ത്യാഗം, ആ സ്കൂൾ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഈ ജോലി, ഹോസ്പിറ്റൽ? അപ്പം അറിയാൻ പാടില്ലാത്തവർ പറയും ഞാൻ വചനപ്രകാരമാണ്, ഞങ്ങൾ വചനപ്രകാരം ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്നത്. ഒന്നുമല്ല. ഇപ്പോൾ എനിക്കത് തെറ്റാണെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് എനിക്കങ്ങ് നല്ല അടി കുറച്ച് എനിക്ക് ഈ വിശ്വാസത്തിൽ എനിക്കിനി പൗലോസ്ലീഹ പറഞ്ഞതുപോലെ മാറാൻ പറ്റത്തില്ല. എൻ്റെ ജീവൻ പോലും പോയാലും ഞാൻ ഇതിൽ നിന്ന് മാറുകയില്ല എന്നുള്ളൊരു ചിന്ത വെളിപ്പെട്ട് കിട്ടി. ഇനി എനിക്ക് ഒരു പേടിയില്ല. ഇനി പട്ടിണിയോ ആപത്തോ വാളോ നിന്നയോ ഒരു പ്രശ്നമില്ല. എനിക്ക് അങ്ങനെ ഒരു ചിന്തയിലേക്ക് എനിക്ക് വന്നു, ഒരു ധൈര്യത്തിലേക്ക് എനിക്ക് വരാൻ സാധിച്ചു. പക്ഷേ വചനപ്രകാരമുള്ള ജീവിതം മാത്രമാണ് ഒരു നിത്യത. ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റിൽ നമ്മൾ പറയാനുള്ളത് ഇതാണ്, നിത്യതയാണ്. എൻ്റെ നിത്യത ക്ലിയർ ആകുക. എൻ്റെ നിത്യത ഇന്ന് എനിക്ക് ദൈവമേ വചനപ്രകാരം ജീവിച്ചതുകൊണ്ട് നിത്യത എനിക്ക് ലഭിക്കാനിടയായല്ലോ. നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ നിത്യത വചനപ്രകാരമുള്ള ജീവിതത്തിൽ മാത്രമേ ഉള്ളൂ നിത്യത. ഇതല്ലാതെ നമ്മൾ ചെയ്തു കൂട്ടി എന്താ ആർക്ക്? അപ്പം ഞാൻ ഓർക്കും, ദൈവമേ മെത്രാനും മാർപ്പാപ്പയ്ക്കും ഒന്നും എന്ത് ഇത് മനസ്സിലാവാത്തേ? നമ്മൾ പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. അപ്പം ഞാൻ പ്രാർത്ഥിക്കുക. ബൈബിളിലുണ്ടല്ലോ ഇങ്ങനെ സ്നാനത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും പരീശന്മാരും ന്യായശാസ്ത്രിമാരും അങ്ങനെയുള്ളവർക്ക് അവർ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചന വൃഥാവാക്കി കളഞ്ഞു. പരീശന്മാരും ന്യായശാസ്ത്രിമാരും. എന്നാൽ പാപികളും സാധാരണക്കാരുമായ ആളുകൾ എന്ത് ചെയ്തു? സ്നാനമേറ്റ് ദൈവത്തിന്റെ ആലോചന അവർ നിവർത്തിച്ചു. മറ്റവർ ദൈവത്തിന്റെ ആലോചന വൃഥാവാക്കി കളഞ്ഞു. അപ്പൊ അന്നും ഇന്നും അതാ വലിയവര് ന്യായശാസ്ത്രന്മാരും പരീശന്മാരും ഉന്നതന്മാർക്കും ഈ സത്യം വെളിപ്പെടുന്നില്ല. എന്നാൽ സാധാരണക്കാരായ ആളുകൾക്ക് ഈ സത്യം വെളിപ്പെട്ട് അവർ ദൈവത്തിന്റെ ആലോചന അനുസരിക്കുന്നു, മറ്റുള്ളവരെ പുറന്തള്ളിക്കളയുന്നു. അതുകൊണ്ട് അവരനുസരിക്കുന്നില്ലെന്നും പറഞ്ഞ് നമ്മളനുസരിക്കാതിരിക്കുന്ന ആവശ്യമില്ലല്ലോ. പക്ഷേ ഇത് ഏറ്റവും സിമ്പിളാണ്.
അത് ഒരു കൊച്ചു ഹൃദയം മതി ഇത് സ്വീകരിക്കാൻ പറഞ്ഞു. അത് ആ ഹൃദയത്തിലേക്ക് ഇത് സ്വീകരിച്ചു കഴിഞ്ഞാൽ വലിയ സംഭവമാണ് നമുക്ക് കിട്ടുന്നത്, നിത്യരക്ഷ. ഇത് ബാക്കി എന്ത് ചെയ്ത് കൂട്ടുമ്പോൾ അവർക്ക് മരിച്ചു പോയി കഴിഞ്ഞിട്ട് കുർബാന ചൊല്ലിയിട്ടോ, മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയിട്ടോ, നൊവേന നടത്തിയിട്ടോ, മധ്യസ്ഥരോട് ഓരോ മാസം ഓരോ നൊവേന, ഓരോ മധ്യസ്ഥരുണ്ട്, അവരോടെല്ലാം ഓരോ മാസം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവരോട് പ്രാർത്ഥിച്ചുകൊണ്ട് അയ്യോ എല്ലാം ഇതൊക്കെ വ്യർത്ഥമാണ്. അപ്പോൾ ഇതെല്ലാം ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് ദുഃഖിക്കുക. എൻ്റെ സമയം എത്ര സമയം നഷ്ടപ്പെടുത്തി കളഞ്ഞു. എന്തോ ഒരു ജപമാല ചെയ്ത് ചൊല്ലി തീർന്നിട്ടും പിന്നെയും പൂർണ്ണതയെ വരുന്നുണ്ട്. ഈ പൂർണ്ണത എന്നൊരു വാക്ക് അവിടെ തുടങ്ങി, അവിടെ അതെനിക്ക് വലിയൊരു എന്നെ വളർത്തിയ ഒരു വാക്കാണ്. ഇപ്പം ഞാൻ പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേക്കും സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞ് ഞാൻ ഒരു നിമിഷം 5 മിനിറ്റ് ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് ഇരിക്കുമ്പോഴത്തേന് ഭയങ്കര ആ പ്രാർത്ഥന എന്നൊക്കെ അന്യഭാഷ പറഞ്ഞ് ഒരു 10 മിനിറ്റ് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേന് ആ സ്വാതന്ത്ര്യം, എന്തോ ഒരു ഫുൾ എൻ്റെ ഹൃദയം നിറഞ്ഞു കഴിഞ്ഞു. അത്രയും ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ ചെറിയ അത്രയുള്ള പ്രാർത്ഥനയ്ക്ക് ഇത്രയും വില. അപ്പോൾ ഇത് അപ്പോൾ എൻ്റെ ചേച്ചി അനിയത്തിയൊക്കെ പറയും, ചേച്ചി ഇനി ഇറങ്ങി വരാതെ ഇത് മനസ്സിലാകാൻ പറ്റും, അവിടെ നിന്നുകൊണ്ട് ഒന്നും പറ്റത്തില്ല. ഞാൻ എതിർക്കുമായിരുന്നു, ഭയങ്കരമായിട്ട് എതിർക്കുമായിരുന്നു. പിന്നെ പക്ഷേ ഇനി ഇറങ്ങി വന്നപ്പോഴാണ് അപ്പോൾ അവർ പറഞ്ഞത് ഇനി അതുപോലെ ഞാൻ കേട്ടില്ല എങ്കിലും പിന്നീടത് അല്ല പ്രോസസ് വഴി അത് ശരിയാ. എൻ്റെ കണ്ണ് തുറന്നാലേ അത്രയും നാള് നമ്മൾ, അതുകൊണ്ട് എനിക്കൊരു ഒരിതുണ്ട്, മറ്റവരോടും അവർക്കും കണ്ണ് തുറക്കാൻ പ്രാർത്ഥന, അതാ നമ്മൾ ചെയ്യേണ്ടത്. തുറന്നു കഴിഞ്ഞാൽ അത് അപ്പൊ നമ്മൾ ഒത്തിരി ചെയ്ത് കൂട്ടിയത് കൊണ്ടല്ല, ഒത്തിരി ജപമാല ചെയ്തുകൊണ്ടോ, ഒത്തിരി നൊവേന, ഒത്തിരി പെരുന്നാള്, ഒത്തിരി ഒക്കെ നിങ്ങൾ ചെയ്തല്ലോ. അപ്പൊ അതിനകത്തല്ല കാര്യം. ബൈബിള് പറയുന്നത് കർമ്മമാർഗത്താലല്ല, വിശ്വാസത്താൽ. നമ്മൾ ഒത്തിരി കർമ്മങ്ങളാണ് ചെയ്യുന്നത്. ആ കർമ്മം, ഈ കർമ്മം, ഇതെല്ലാം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കുക. പക്ഷേ ബൈബിള് പറയുന്നത് എന്നാ, മനുഷ്യ നിന്റെ നീതിപ്രവൃത്തിയൊക്കെയും ദൈവസ്ഥൽ കറപുരണ്ട തുണി പോലെ. ഈ ചെയ്തു കൂട്ടുന്ന നീതിപ്രവൃത്തി കറപുരണ്ട തുണി പോലെ. അപ്പൊ പിന്നെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ മുഖം മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കയില്ല. അതിൻ്റെ റീസൺ എന്താ? നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അപ്പം ആരുടെ കാര്യം പറയുന്നത്? അവരെക്കുറിച്ച് പറയുന്നത്, നിങ്ങൾ വ്യക്തമായി വന്ന് ധൂപക്കുറ്റി വീശുന്നു, നിങ്ങൾ കുർബാന ചൊല്ലുന്നു, നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നു. ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്? കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് നിങ്ങൾ നിങ്ങളുടെ കൈ മലർത്തുക. അപ്പം ഈ ആചാരങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ചെയ്തിട്ടാണ് പെരുന്നാളുകൾ, നോയമ്പുകൾ. അവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ പെരുന്നാളുകളും നിങ്ങളുടെ ഉത്സവങ്ങളും ഞാൻ വെറുക്കുന്നു, അവ എനിക്ക് അസഹ്യം, ഞാൻ അവ സഹിച്ച് മുഷിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ മുഖം മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാൽ ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അല്ലേ? എന്നിട്ട് അവിടെ പറയുന്നത്, വരുവിൻ നമുക്ക് തമ്മിൽ ബാധിക്കാം എന്ന് യഹോവ ചെയ്യും. നിങ്ങളുടെ പാപങ്ങൾ രക്താംബരം പോലെ എത്ര കടും ചുവപ്പായിരുന്നാലും ഞാൻ എന്നെ ഹിമം പോലെ വെളുപ്പിക്കും. എങ്ങനെ വെളുപ്പിക്കും? പുത്രനായ യേശുവിൻ്റെ രക്തത്താൽ. അതിലൊരു തുള്ളി വീണാ പോരെ. ഏത് കൊലപാതകനോ, ഏത് വ്യഭിചാരിയോ, ഏത് ദുന്മാർഗിയോ, ഏത് ഭീകര പാപി ആണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു തകർന്ന ഹൃദയത്തോടെ, യേശു കർത്താവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് പറഞ്ഞ് അവൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപത്തെ. അതുപോലെ തന്നെ മധ്യസ്ഥൻ, ഏക മധ്യസ്ഥൻ, മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും ഇടയിൽ ഒരു യേശുക്രിസ്തു മാത്രമേ വ്യക്തമായിട്ട് 1 തീമോഥെയോസ് 5 അധ്യായത്തിൽ 5 പറയുന്ന വ്യക്തമായിട്ട് ഭയങ്കര വ്യക്തമായിട്ട് തന്നെ അത് ഞാൻ സ്വീകരിക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു. മധ്യസ്ഥരെ ഇങ്ങനെ ഒത്തിരി ഉണ്ടല്ലോ. അപ്പം ഞാൻ ഓർത്ത് ദൈവമേ, അപ്പം അത് 1-2 വർഷം കഴിയുമ്പോഴാണ് ഇതെല്ലാം ഫോം ചെയ്തതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. വേറൊരു ക്ലാസ്സിലൂടെ അതെനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ആ ഏക മധ്യസ്ഥൻ യേശു മാത്രം. പിന്നെ എനിക്ക് നല്ല വെളിപ്പാട് കിട്ടി, വചനം മാത്രം ശ്രദ്ധിച്ചാൽ മതി. വചനം എന്തു പറയുന്നു അത് സത്യമാണ്. അല്ലാതെ അതിന് അങ്ങപ്പുറത്ത് ഏതെങ്കിലും വിശുദ്ധന്മാരെ നീ കണ്ടിട്ടുണ്ടോ? ഫ്രാൻസിസിനെ, യോസേപ്പിനെ, പുണ്യവാളന്മാരെ ആരെങ്കിലും, മാതാവിനെ, അതുപോലെ സ്ത്രീകന്മാരെ, യൂദായെ ഒക്കെ കണ്ടിട്ടുണ്ടോ? ഒന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പം നീ യേശു ക്രിസ്തു മാത്രമേ മധ്യസ്ഥൻ എന്നുള്ള പറയുന്ന വചനമാണ് ഏറ്റവും പ്രധാനം. വചനപ്രകാരമുള്ള ജീവിതം മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. ഈ വചനത്തിൽ എന്ത് പറയുന്നു അതല്ലേ, അതാ നമ്മൾ അനുസരിക്കേണ്ടത്. ഇത് ബൈബിൾ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമാക്കപ്പെട്ട വചനം എന്നാ പറയുന്നത്. ഇതിനപ്പുറത്ത് നമ്മൾ ചെയ്യുന്നതെല്ലാം ഒന്നും മിഥ്യയാണ്.
അപ്പോൾ അതിൽ നിന്ന് എനിക്ക് വ്യക്തമാക്കി ചില കാര്യങ്ങൾ അങ്ങ് മനസ്സിലാക്കി തരികയായിരുന്നു. അതുപോലെ ഇനി എന്തെങ്കിലും വിഷമങ്ങളായിട്ട് അവിടെ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഇത് കേട്ടിട്ട് ഇറങ്ങി വന്നാൽ അവരെയും നമ്മൾ താമസിപ്പിക്കാനും സ്വീകരിക്കാനും നമ്മൾ റെഡിയായിട്ട് ഞങ്ങൾ ഒരു കുഴപ്പമില്ല ക്രമീകരിക്കുന്നുണ്ട്. ആരെങ്കിലും ബുദ്ധിമുട്ടുകളായിട്ട് അവിടെ നിൽക്കാൻ ഇങ്ങനെ വിഷമമുണ്ട്, ഇതൊക്കെ അനുഭവിച്ച് ഇങ്ങനെ മിക്കവാറും ഇതൊക്കെ ഇങ്ങനെ ഉൾക്കൊള്ളാൻ വിഷമമുള്ളവർ കാണും. പക്ഷെ അവർക്ക് ഈ വെളിച്ചം പകർന്നുകൊണ്ട് പ്രാർത്ഥനയോടെ പ്രാർത്ഥനയോടെ ഞാൻ പറയുകയാണ്, ഇറങ്ങി വന്നാൽ ഞങ്ങളത് നന്നായിട്ട് സ്വീകരിക്കാൻ റെഡിയാണ്. അവർക്ക് വേണ്ടി എന്ത് ചെയ്യാനും പ്രാർത്ഥിക്കാനും ഞങ്ങൾ റെഡിയാണ്. ഈ വലിയൊരു വെളിച്ചം എനിക്ക് തന്നു. ദൈവമകളാകാനുള്ള അനുഗ്രഹം കൃപ എനിക്ക് കർത്താവ് തന്നു. അതുകൊണ്ട് ദൈവവചനപ്രകാരം ജീവിക്കുവാനും, ദൈവവചനപ്രകാരം എന്ന് പറയുമ്പോൾ സ്നാനം, ആത്മാഭിഷേകം, രക്ഷിക്കപ്പെടൽ, ഇങ്ങനെ 3-4 പ്രക്രിയയുണ്ട്. അതാണ് ദൈവവചനപ്രകാരമുള്ള ജീവിതം. അതിനുള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ മാത്രമേ ദൈവ വെളിപ്പാട് നമുക്ക് ലഭിക്കാൻ സാധിക്കത്തുള്ളൂ. അതിനുശേഷം ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ പെട്ടെന്ന് ആ വചന വെളിപ്പാടിലേക്ക് എന്നെ നയിക്കാറുണ്ട്. എന്ത് ചെയ്യണം, ദൈവത്തിന് പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇന്ന് എന്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്ന കാര്യങ്ങൾ അത് വെളിപ്പെട്ടിരിക്കും. അത് സഭയിൽ അല്ലെങ്കിൽ അടുത്ത സമയങ്ങളിൽ ദേശത്ത് വരാൻ പോകുന്ന കാര്യങ്ങളെ എന്നെ മനസ്സിലാക്കി തരും. പെട്ടെന്ന് ഞാൻ അതിന് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ജീവിക്കുന്നു ഇങ്ങനെ എഴുതി കാണിക്കാനിടയായി. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളിലൂടെ ദൈവം എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതെ, നല്ലൊരു ജീവിതത്തിലേക്ക് നിന്നപ്പോൾ അതിൽ നിന്നും നല്ലൊരു ആത്മീയ ജീവിതത്തിൽ നിൽക്കുക. പിന്നെ ഒരു വിളിയുണ്ടോ? അതെ, അതിൽ നിന്നും ഒരു വിളി ഉണ്ട്. അതെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതൊക്കെ നമ്മൾ വിചാരിക്കും ഇത്രയും നാൾ മടത്തിൽ നിനക്കില്ലാത്ത ഒരു ഇങ്ങനെ ചുമ്മാ പാഴ്വേല ഒരുപോത്തിന് പറയും. ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്നോട് ഇത്രയും നാൾ ലഭിക്കാത്ത, ഇത്രയും 25-24 വർഷം അവിടെ നിന്നു സിസ്റ്ററായിട്ട് നിന്നിട്ട് എന്തുകൊണ്ട് ഇതൊന്നും ലഭിച്ചില്ല? അപ്പോൾ എന്തൊരു ജീവിതമായിരുന്നു ഇതൊക്കെ. ഇപ്പോൾ അതെല്ലാം നിന്റെ പ്രവൃത്തിയായിരുന്നു. നീ നിന്നെ നന്നാക്കാൻ, നീ വിശുദ്ധയാകാൻ നീ ശ്രമിക്കുമായിരുന്നു. നമുക്കാർക്കും ശ്രമിച്ച് നമുക്ക് നന്നാകാൻ പറ്റുമോ? ഒരു ദൈവദാസൻ ഇങ്ങനെ പ്രസംഗിക്കാൻ കേട്ടിട്ടുണ്ട്. ഒരു 3 പ്രാവശ്യം മുങ്ങിപ്പൊങ്ങി വരുന്ന ആള് സ്വന്തം കുടുംബിക്ക് പിടിച്ച് രക്ഷപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. അതേസമയം കരയ്ക്ക് നിൽക്കുന്ന ഒരാളെ ചാടിപ്പോയി ഈ ആളെ വലിച്ചു കയറ്റാൻ പറ്റും. നമ്മൾ സ്വയമായി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കാൻ. ബൈബിൾ പറയുന്നു, ആഴമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. കർത്താവിന് മാത്രമേ നമ്മളെ കയറ്റാൻ പറ്റത്തുള്ളൂ, അല്ലേ? അപ്പോൾ ഉദാഹരണ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം ഈ സത്യം കാണുവാൻ നിന്റെ കണ്ണ് തുറന്നു. അതാ ഏറ്റവും വലിയ ഭാഗ്യം. ഇനി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അനേകർ ഈ സത്യം കാണുവാൻ അനേകരുടെ കണ്ണ് തുറക്കണം, അല്ലേ? നിങ്ങൾ കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ദൈവം അത്ഭുതകരമായി ഈ ഉദാരയെ തൻ്റെ പൈതലായിട്ട്, തനിക്കുള്ളവളായിട്ട് കർത്താവ് അവളെ വേർതിരിച്ചു തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ അവൾ മോശമായിരുന്നില്ല. 14 വയസ്സുള്ളപ്പോൾ തൊട്ട് ദൈവത്തെ സ്നേഹിക്കണം, സേവിക്കണം എന്നുള്ള ഉദ്ദേശപ്രകാരം പോകാം. പക്ഷെ അതാണ് ഒരു രാവും പകലും നമ്മളുടെ വ്യത്യാസമായത്. നാം നമ്മളെ തന്നെ വിശുദ്ധരാക്കാൻ ശ്രമിക്കുന്നതും ദൈവം നമ്മെ രൂപാന്തരപ്പെടുത്തുന്നത്. ഇന്ന് അനേകർ ഈ കർമ്മമാർഗത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. പലപ്പോഴും പലതും ചെയ്ത് നമുക്ക് നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ നമുക്ക് നമ്മളെ വിശുദ്ധരാക്കാൻ ഒരിക്കലും കഴിയത്തില്ല. അതാ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുക. ഇത് കഴി വെളിപ്പാക്കുവാൻ നമ്മുടെ ഒരു കർമാചാരങ്ങൾക്ക് സാധ്യമല്ല. നമ്മുടെ ദാനധർമ്മങ്ങൾക്കോ നമ്മുടെ നല്ല ജീവിതവും നമ്മൾ പറയുന്നു, ഇതിനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. താൻ എല്ലാം ചെയ്യുന്ന മനുഷ്യനായിരുന്നു, വലിയ ഒരു ഓഫീസറായിരുന്നു, എന്നാൽ എപ്പോഴും പ്രാർത്ഥിക്കുന്നവൻ, വളരെ ദാനധർമ്മം കൊടുക്കുന്നവൻ. പക്ഷെ താൻ സ്വർഗത്തിൽ പോകാൻ ഇതൊന്നും പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഒരു ദൂതൻ തനിക്ക് വെളിപ്പെട്ട് ഇങ്ങനെ പറഞ്ഞത്, ഇന്നിടത്തിന്നാരുടെ വീട്ടിൽ ഒരു പത്രോസുണ്ട്, അവനെ വിളിച്ച് നീ പ്രസംഗം കേൾക്കാൻ പറഞ്ഞു. ആളയച്ചു. പത്രോസ് വന്നു. പത്രോസ് വേറെ ഒന്നും പ്രസംഗിച്ചില്ല, മാനസാന്തപ്പെടാൻ പറഞ്ഞു, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഭയനം കേട്ടപ്പോൾ വേറെ മേളിൽ തന്നെ പരിശുദ്ധാത്മാവ് വന്നു. അപ്പം തന്നെ അവരെ ശാനപ്പെടുത്തി. സോ സിമ്പിൾ. അതുകൊണ്ട് ഏത് കർമാചാരങ്ങളാണേലും ഹൃദയം കാണുന്ന ദൈവം. ആ കൊർന്നല്യോസിനെ നല്ല ഹൃദയം കണ്ടപ്പോൾ ഇവനെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ദൈവം തീരുമാനിച്ചു.
അതിന് പാസ്പോർട്ടും വീസായും വേണം. അതാ ഈ മാനസാന്തരവും ശാനവും ഒക്കെ. അതാണ് ഉദാരയ്ക്ക് ദൈവം കൊടുത്തത്. ഇതുവരെ നിങ്ങൾക്ക് ഈ അനുഭവം ലഭിച്ചിട്ടില്ല. അത് നേരത്തെ പറഞ്ഞ അധ്യായത്തിൽ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളെ തന്നെ പുത്രനായ യേശുവിൻ്റെ രക്തം നിങ്ങളുടെ പാവക്കളെ പൊക്കി നിങ്ങളെ ശുദ്ധീകരിക്കും. മനസ്സ് വെച്ച് കേട്ടനുസരിച്ചാൽ ദേശത്തെ നന്മ അനുഭവിക്കും. മറുത്ത് മത്സരിച്ചാലോ വാളിനിരയായി. നിങ്ങൾക്ക് എന്താ വേണ്ടത്? കേട്ടനുസരിക്കുക. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാം. ദേശത്തെ നന്മ നിങ്ങൾക്ക് ലഭിക്കട്ടെ. ദൈവത്തിന് പൈതലായി നിങ്ങൾ തീരട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ലഭിച്ചു. ഈ പ്രോഗ്രാം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന വിഷയങ്ങളോ അപേക്ഷകളോ ഉണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ മേൽവിലാസം ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്, ബെഥസ്ദ കമ്മ്യൂണിക്കേഷൻസ്, ചിങ്ങവനം, കോട്ടയം. ഫോൺ നമ്പർ 0481-243-0329. മൊബൈൽ നമ്പർ 9447578202. Website www.mariamathampi.in. Email address mariamathampi@yahoo.com. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.